1 കോടി പേർക്ക് സർക്കാർ ജോലിയടക്കം വമ്പൻ വാഗ്ദാനങ്ങളുമായി എൻഡിഎയുടെ ബീഹാർ പ്രകടന പത്രിക. 1 കോടി സ്ത്രീകളെ ലക്ഷാധിപതികൾ ആക്കുമെന്ന് അവകാശപ്പെടുന്ന പത്രികയിൽ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് നിരവധി വാഗ്ദാനങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്തെ റോഡ്, മെട്രോ, റെയിൽ, അടിസ്ഥാന വികസനത്തിനുള്ള പ്രഖ്യാപനങ്ങളും പത്രികയിലുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരാണ് പട്നയിൽ നടന്ന ചടങ്ങിൽ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ അതിപിന്നാക്ക വിഭാഗത്തിന് 10 ലക്ഷത്തിന്റെ പ്രത്യേക സഹായം, 1 കോടി പേർക്ക് സർക്കാർ ജോലി, എല്ലാ ജില്ലകളിലും മെഗാ സ്കിൽ സെന്ററുകൾ, ലാഖ്പതി ദീദി പദ്ധതി വഴി 1 കോടി സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം, നഗരത്തിലെ വനിതാ സംരംഭകർക്കായി മിഷൻ ക്രോർപതി പദ്ധതി തുടങ്ങി വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് പത്രികയിലുള്ളത്. പട്നയ്ക്ക് പുറമെ 4 നഗരങ്ങളിൽ കൂടി മെട്രോ സർവീസുകൾ, 10 പുതിയ വ്യവസായ പാർക്കുകൾ, 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ വ്യവസായ നിക്ഷേപം, 100 MSME പാർക്കുകൾ എന്നിങ്ങനെ പോകുന്നു വാഗ്ദാനങ്ങൾ. പട്നയിൽ നടന്ന ചടങ്ങിൽ നിതീഷ് കുമാറിന് പുറമെ കേന്ദ്രമന്ത്രിമാരായ ചിരാഗ് പാസ്വാൻ, ജിതൻ റാം മാഞ്ചി, ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി തുടങ്ങിയ പ്രധാന നേതാക്കൾ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ ഉറപ്പ്, നിതീഷ് കുമാറിന്റെ വിശ്വാസം, ഏകീകൃത ബീഹാർ അതിനായി നിലകൊള്ളുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. 7 എക്സ്പ്രസ് വേകൾ, 3600 കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് നവീകരണം, 4 പുതിയ വിമാനത്താവളങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായം 4500-ൽ നിന്ന് 9000 രൂപയായി ഉയർത്തുമെന്നും പത്രികയിൽ പറയുന്നു. ഒടുവിൽ കാത്തിരുന്ന NDAയുടെ പ്രകടന പത്രിക കൂടി പുറത്തു വന്നു. ഇരു മുന്നണികളുടെയും പ്രകടന പത്രികകൾ വാഗ്ദാനങ്ങൾ ഏറെയാണ്. ആരുടെ വാഗ്ദാനങ്ങളാണ് ബീഹാർ ജനത സ്വീകരിക്കുക എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം K. ശരത്ലാൽ, ന്യൂസ് മലയാളം, പാറ്റ്ന.